ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ 3 മാവോയിസ്റ്റുകളെ വധിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം, ആ മേഖല കുറച്ചു നാളായി ഒരു ചോരയുടെ മേഖലയാവുന്നുണ്ട്. ആ ഏറ്റുമുട്ടലിന് തുടർച്ച തന്നെയല്ലേ ഈ ഏറ്റുമുട്ടലും ഈ മാവോയിസ്റ്റ് വധങ്ങളും? ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഈ മേഖലയിൽ, അതായത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അടക്കമുള്ള മേഖലയിൽ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ സജീവമായി പുരോഗമിക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ തന്നെ അറിയിച്ചത് വരുന്ന ഒരു വർഷത്തിനകം മാവോയിസ്റ്റുകളെ പൂർണ്ണമായും രാജ്യത്തു നിന്ന് തുടച്ചു നീക്കും എന്നുള്ളതാണ്. ഈ ഒരു പ്രഖ്യാപനം അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിത ശ്രമങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നു. ഇതിന്റെ ഭാഗമായി ദണ്ഡേവാഡയിൽ നടന്ന മാവോയിസ്റ്റ് വിരുദ്ധ തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതും 3 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിക്കുന്നതും. ഇവരിൽ നിന്നും വൻതോതിൽ ആയുധശേഖരം കണ്ടെടുത്തു. റോക്കറ്റ് ലോഞ്ചറുകളും യന്ത്രത്തോക്കുകളും അടക്കമുള്ള ആയുധശേഖരം ഇവരിൽ നിന്നും കണ്ടെടുത്തു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ കങ്കർ, ബിജാപൂർ എന്നീ 2 ജില്ലകളിൽ നടന്ന 2 വ്യത്യസ്ത ഓപ്പറേഷനുകളിലായി 30ഓളം മാവോയിസ്റ്റുകളെ വധിച്ചത്. ഇന്നലെ 22 മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു. ഈ ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പാക്കുന്നതിന് ആവശ്യമായ ശക്തമായ നടപടികളാണ് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹഷ്മി. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് റെഡ് കോറിഡോറിൽ ഏറ്റുമുട്ടലിന്റെ വിവരങ്ങൾ നൽകിയത്. 3 മാവോയിസ്റ്റുകളാണ് ഇന്ന് വധിച്ചത്. കഴിഞ്ഞ് കുറേ നാളായി തുടരുന്നുണ്ട് അവിടെ.